has 11 physics units and measurements part 3. ഈ പാർട്ട് 3ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകൾ പ്രിഫിക്സ് ഫോർ പവേഴ്സ് ഓഫ് 10, പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസസ്. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. പ്രിഫിക്സ് ഫോർ പവേഴ്സ് ഓഫ് 10. ഈ പ്രിഫിക്സുകൾ നമ്മൾ മെയിനായിട്ട് ഡിഫറെൻറ്റ് സിസ്റ്റംസുകൾ പഠിച്ചു. CGS സിസ്റ്റം, MKS, SI എന്നൊക്കെ പഠിച്ചു. അതുപോലെ SIയിൽ തന്നെ 7 ഫണ്ടമെൻ്റൽസും സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂസ് ചെയ്യേണ്ട യൂണിറ്റുകളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു. നമ്മൾ CGS, MKS, FPS, SI ഒക്കെ പഠിച്ചപ്പോൾ കണ്ടായിരുന്നു സഡൻ ക്വാണ്ടിറ്റീസിന് ലെന്ത്, മാസ്, ടൈമിനൊക്കെ ഡിഫറെൻറ്റ് സിസ്റ്റത്തിലും ഡിഫറെൻറ്റ് യൂണിറ്റ്സുകളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ലെന്തിന് തന്നെ സെൻറ്റിമീറ്റർ എന്നുള്ള യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഫൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വേറെ യൂണിറ്റുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ മാസിന് ഗ്രാം, മില്ലിഗ്രാം, കിലോഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രിഫിക്സ് ഫോർ പവേഴ്സ് ഓഫ് 10 കൊണ്ട് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പം കിലോഗ്രാമിൽ തരുന്നൊരു വാല്യൂവിനെ നമുക്ക് എങ്ങനെ ഗ്രാം ആക്കാം, അല്ലെങ്കിൽ ഗ്രാമിനെ എങ്ങനെ കിലോഗ്രാം ആക്കാം. ഓക്കെ, അതുപോലെ മില്ലിഗ്രാമിനെ എങ്ങനെ ഗ്രാം ആക്കാം, അല്ലെങ്കിൽ സെക്കൻഡിനെ എങ്ങനെ മില്ലി സെക്കൻഡ്. ഇങ്ങനെ പെട്ടെന്നുള്ള കൺവേർഷൻസിന് വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ മൾട്ടിപ്പിൾസ് എന്നും സബ് മൾട്ടിപ്പിൾസും കൂടാതെ അതിൻ്റെ പ്രിഫിക്സുകളും ആ പ്രിഫിക്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾസുകളും കാണിച്ചിട്ടുണ്ട്. ടേബിൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. 10⁻⁴ നമ്മൾ പ്രിഫിക്സായിട്ട് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ 10⁻⁴ ആണ്. പ്രിഫിക്സ് ഡെക്ക, സിമ്പിൾ DA, സ്മോൾ ലെറ്ററിൽ ആണ് എഴുതേണ്ടത് DA. പക്ഷേ 10⁻⁻1 ആണെങ്കിൽ സബ് മൾട്ടിപ്പിൾ ഡെസി എന്ന് പറയും, നമ്മൾ സ്മോൾ d ആണ് സിമ്പിൾ. 10⁻² ആണ് ഹെക്ടോ, സ്മോൾ h ആണ് സിമ്പിൾ. 10⁻⁻2 സെൻറ്റി, സ്മോൾ c. നമ്മൾ കേട്ട് കാണാം സെൻറ്റിമീറ്റർ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ, സെൻറ്റിഗ്രാം എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. സെൻറ്റി എന്ന് വെച്ചാൽ 10⁻⁻2 ആണ്. അപ്പോൾ 10⁻³ കിലോ, കിലോമീറ്റർ, കിലോഗ്രാം. ഇപ്പോൾ കിലോ 1000 എന്ന് നമ്മൾ എഴുതാറുണ്ട്. അതാണ് 10⁻³ മീൻസ് 1000. സ്മോൾ k ആണ് സിമ്പിൾ. 10⁻³ മില്ലി, സ്മോൾ ലെറ്റർ M ആണ് സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടേബിൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ഈസ് 10⁻⁶ ആണ് അനദർ ഇമ്പോർട്ടൻറ്റ് വൺ. മെഗാ, ക്യാപിറ്റൽ M സിമ്പിളായിട്ട് യൂസ് ചെയ്യും. 10⁻⁻6 മൈക്രോ, സിമ്പിൾ മ്യൂ, ഒരു ഗ്രീക്ക് ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈക്രോയെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്രീക്ക് ലെറ്ററാണ് മ്യൂ എന്ന് പറയും. മൈക്രോ, മ്യൂ. 10⁻⁹ ഇസ് ജിഗ, ക്യാപിറ്റൽ G, സിമ്പിൾ. 10⁻⁻9 നാനോ, സ്മോൾ ലെറ്ററിലാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ സ്മോൾ n. 10⁻⁻9 ഇസ് നാനോ, സ്മോൾ n. ഇപ്പോൾ ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ? ന്യൂട്ടൻ്റെ സിമ്പിളായിട്ട് നമ്മൾ ക്യാപിറ്റൽ N യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ സ്മോൾ n എന്ന് വെച്ചാൽ നാനോ. 10⁻12 ഇസ് ടെറ, ക്യാപിറ്റൽ T. 10⁻⁻12 ഇസ് പൈക്കോ, സ്മോൾ p യൂസ് ചെയ്യാറുണ്ട്. സ്മോൾ p. 10⁻⁻12 ഇസ് പൈക്കോ. ദെൻ 10⁻⁻50 ഇസ് പെറ്റ, ക്യാപിറ്റൽ P യൂസ് ചെയ്യും. 10⁻⁻15 ഫെംറ്റോ, സ്മോൾ f യൂസ് ചെയ്യും. അപ്പം ഫെംറ്റോ റെപ്രസെൻ്റ് വിത്ത് സിമ്പിൾ സ്മോൾ f. ക്യാപിറ്റൽ F നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കപ്പാസിറ്റൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ. കപ്പാസിറ്റൻസ് അതിൻ്റെ യൂണിറ്റാണ് ഫാരഡ്. ഫാരഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ F ആണ്. പക്ഷേ ഫെംറ്റോ എന്ന് പറയുന്നത് സ്മോൾ f കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ 10⁻18 എക്സ, ക്യാപിറ്റൽ E ആണ് സിമ്പിളായിട്ട്. 10⁻−18 അറ്റോ, സ്മോൾ a യൂസ് ചെയ്യും. 10⁻−80 അറ്റോ, സ്മോൾ a ആണ് സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ A യൂസ് ചെയ്യുന്നതായിരുന്നു നമ്മൾ പഠിച്ചു. ആംബിയർ, കറണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റാണ് ആംബിയർ. ആംബിയറിന് കൊടുക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ A ആണ് സിമ്പിൾ. ഓക്കെ, ദെൻ നമ്മൾ ഈ യൂണിറ്റ് ഇപ്പോൾ നമ്മൾ പഠിച്ച പ്രിഫിക്സുകൾ, പ്രിഫിക്സ് ഫോർ പവർ ഓഫ് 10 നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലാതെ അതുകൊണ്ടുള്ള നമുക്ക് ചെയ്യാവുന്ന ചില സർട്ടൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. ഫോർ എക്സാമ്പിൾ 5F എന്ന് എഴുതും, മീൻസ് 5 ഫെംറ്റോമീറ്റർ. ഫസ്റ്റ് F ഫോർ ഫെംറ്റോ, M സ്മോൾ m ഫോർ മീറ്റർ. ഫെംറ്റോ മീൻസ് 10⁻⁻15 മീറ്റർ. സോ 10⁻⁻15 വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് ഫെംറ്റോയ്ക്ക് പകരം ആ മീറ്ററിൻ്റെ സിമ്പിൾ അതുപോലെ കൊടുക്കുക. 5
Fn. So first F for femto, capital N for Newton. That is 5 into 10 raised to minus 15 Newton. Okay. Then 5 centimeter. That is centi, 10 raised to minus 2 meter. 5 milligram, 10 raised to minus 3 gram. ഇങ്ങനെ നമ്മൾ ഡിഫറെൻ്റ് കൺവേർഷൻസ് ഇവിടെ കണ്ടു. അപ്പോൾ നമ്മൾ മില്ലിഗ്രാമിനെ ഗ്രാമാക്കി, സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കി, അപ്പോൾ ഇതേ രീതിയിലൊക്കെ കൺവേർട്ട് ചെയ്തു. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ഈ പ്രിഫിക്സ് ദ പവർ ഓഫ് 10, അതായത് അതിൻ്റെ മൾട്ടിപ്പിൾസും സബ് മൾട്ടിപ്പിൾസും നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിലും വരാം. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഫോർ മെഷറിങ് ഡിസ്റ്റൻസസ്. നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ യൂണിറ്റ്. ഡിസ്റ്റൻസ് പറയുമ്പോൾ സ്മോൾ ഡിസ്റ്റൻസുകളും ലാർജ് ഡിസ്റ്റൻസുകളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സയൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് തൊട്ട് ലാർജസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഒരു ആറ്റത്തിൻ്റെ സൈസ്, അല്ലെങ്കിൽ ഒരു ന്യൂട്രോണിൻ്റെ സൈസ്, ഒരു പ്രോട്ടോണിൻ്റെ സൈസ്, ഇലക്ട്രോണിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ വെരി സ്മോൾ ആണ്, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസാണ്. ആ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ സ്റ്റഡി തൊട്ട് മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ സ്റ്റഡി വരെ ഫിസിക്സിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസുകളൊക്കെ മെഷർ ചെയ്യുമ്പം ഒരു ആറ്റത്തിൻ്റെ സൈസ്, അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ സൈസ്, ഈ യൂണിവേഴ്സിൻ്റെ സൈസ്, എർത്തിൽ നിന്ന് വേറൊരു പ്ലാനറ്റ് വരെയുള്ള ഡിസ്റ്റൻസ്, എർത്തിൽ നിന്ന് സൺ വരെയുള്ള ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് യൂണിറ്റുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യുന്ന യൂണിറ്റുകളെ പറ്റിയാണ് ഈ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഫോർ മെഷറിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് സ്മോൾ ഡിസ്റ്റൻസുകളും നെക്സ്റ്റ് വേണം നമുക്ക് ലാർജ് ഡിസ്റ്റൻസുകളും പറയാം. അപ്പോൾ ഫസ്റ്റ് സ്മോൾ ഡിസ്റ്റൻസുകളെ പറ്റി പറയാം. ഓക്കെ. അപ്പോൾ ഫെർമി ഒരു സ്മോൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസിൻ്റെ സൈസ് ഒക്കെ മെഷർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡയമീറ്റർ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ കിലോമീറ്റർ ഒന്നും ഉപയോഗിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അതിന് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു റഫറൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഫെർമിയാണ് യൂസ് ചെയ്യുന്നത്. ഫെർമി 1 ഫെർമി ഈസ് ഈക്വൽ ടു 1 ഫെംറ്റോമീറ്റർ. ഫെംറ്റോ നമ്മൾ പഠിച്ച 10⁻⁻15. 10⁻⁻15 ഈസ് ഫെംറ്റോ. 10⁻⁻15 മീറ്റർ is said to be 1 ഫെർമി. 1 ഫെംറ്റോമീറ്ററിൻ്റെ ഷോർട്ട് ഫോം ആണ് ഫെർമി. ആംസ്ട്രോങ് another യൂണിറ്റ്. ഇറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് ദ വേവ് ലെന്ത് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ വേവ് ലെന്ത് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ആംസ്ട്രോങ്. 1 ആംസ്ട്രോങ് is equal to 10⁻⁻10 meter. 1 ആംസ്ട്രോങ് is equal to 10⁻⁻10 meter. ആംസ്ട്രോങ്ങിൻ്റെ സിമ്പിൾ ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ എഴുതി എന്ത് ചെയ്യും? എൻ്റെ ഓവറായിട്ട് എന്ത് കൊടുക്കുക? ഒരു 0 കൊടുക്കുക. നമ്മൾ ഡിഗ്രി ഒക്കെ എഴുതുമ്പോൾ ചെയ്യാറില്ലേ? അപ്പം 1 ആംസ്ട്രോങ് is equal to 10⁻⁻10 meter. നെക്സ്റ്റ് യൂണിറ്റ്, അതും ലൈറ്റിൻ്റെ വേവ് ലെന്തൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. നാനോമീറ്റർ. നാനോ 10⁻⁻9. നമ്മൾ മൾട്ടിപ്പിളും സബ് മൾട്ടിപ്പിൾ ടോപ്പിക്ക് പഠിച്ചതാണ്. നാനോ ഈസ് 10⁻⁻9. അപ്പോൾ 10⁻⁻9 മീറ്റർ ഈസ് സെഡ് ടു ബി 1 നാനോമീറ്റർ. 1 നാനോമീറ്റർ. ദെൻ ഈസ് മൈക്രോൺ. 1 micron is equal to 10⁻⁻6 meter. Or we can say that 10⁻⁻6 is said to be micrometer. മൈക്രോമീറ്ററിൻ്റെ ഷോർട്ട് ഫോം ആണ് മൈക്രോൺ. 1 micrometer equal to 1 micron. 1 micrometer, micro means 10⁻⁻6. So 1 micron is equal to 1 micrometer equal to 10⁻⁻6 meter. ഓക്കെ. ഇതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്മോൾ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റുകൾ. അതിനകത്ത് ആംസ്ട്രോങ്ങും ഫെർമിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിന് വന്നിട്ടുള്ളതാണ്. ആ വാല്യൂസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഫോർ മെഷറിങ് ലാർജ് ഡിസ്റ്റൻസ്. ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന യൂണിറ്റുകളെ പറ്റി നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് ലൈറ്റ് ഇയർ. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് ഇൻ വാക്വം ഇൻ 1 year. It is a distance traveled by the light in vacuum in 1 year. ഒരു വർഷം കൊണ്ട് ശൂന്യതയിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. ഒരു വർഷം കൊണ്ട് ശൂന്യതയിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. വാക്വത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 1 year. സോ നിങ്ങൾ പഠിച്ചതാണ് സ്പീഡ് ഈക്വൽ ടു, സ്പീഡ് ഫൈൻഡ് ഔട്ട് ഉള്ള ഫോർമുല എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ.
അപ്പം ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, ദെൻ distance traveled by the light in 1 year. Distance equal to speed of light in vacuum 3 into 10 raised to 8 meter per second into time 1 year. പക്ഷേ ഇയറിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാര്യം സ്പീഡ് എഴുതിക്കുന്നത് ഏത് യൂണിറ്റിലാണ്? മീറ്റർ പെർ സെക്കൻഡിലാണ്. സോ ഇയറിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? സെക്കൻഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? 3 into 10 raised to 8 meter per second into 1 year means 365.25 days. Okay, 365.25 days. That into 3 days ആണ്. So ഇനി again എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? 3 into 10 raised to 8 meter per second into days എന്താക്കി മാറ്റുക? അവറാക്കി മാറ്റണം. 365.25 അവറാക്കുന്നത് എങ്ങനെയാണ്? 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഡയറക്റ്റ് അങ്ങ് ചെയ്യാം. 24നെ അഗൈൻ ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മിനിറ്റ് ആവും. ദാറ്റ് ഇൻറ്റു 16 ബിക്കംസ് സെക്കൻഡ്. അപ്പോൾ 1 ഇയർ ഇസ് ഈക്വൽ ടു 365.25 ഇൻറ്റു 24 ഇൻറ്റു 60 ഇൻറ്റു 60 സെക്കൻഡാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് 9.467 ഇൻറ്റു 10 raised to 15 മീറ്റർ എന്ന് കിട്ടും. കാരണം സെക്കൻഡ് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. ഫൈനലി കിട്ടുന്ന വാല്യൂ ഇതായിരിക്കും, മീറ്റർ ആയിരിക്കും. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് ഇൻ വാക്വം ഇൻ 1 year. വാക്വത്തിലൂടെ ഒരു വർഷം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്ര കിട്ടി? 9.467 ഇൻറ്റു 10 raised to 15 മീറ്റർ. ഈ ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? 1 light year. അപ്പോൾ one light year or LY എന്നാണ് ഷോർട്ട് ഫോം കൊടുക്കുന്നത്. സിമ്പിൾ LY, സ്മോൾ L ആൻഡ് സ്മോൾ y. 1 light year is equal to 9.467 into 10 raised to 15 meter. അപ്പോൾ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഫോർ മെഷറിംഗ് ലാർജ് ഡിസ്റ്റൻസ് നമ്മൾ ഒരെണ്ണം ഫൈൻഡ് ഔട്ട് ചെയ്തു, ലൈറ്റ് ഇയർ. അപ്പോൾ യൂണിറ്റ് ശ്രദ്ധിക്കുക, ലൈറ്റ് ഇയർ. പക്ഷേ ഇയർ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ടൈമിൻ്റെ യൂണിറ്റ്. പക്ഷേ ലൈറ്റ് ഇയറോ ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട്, ലാർജ് ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. സെക്കൻഡ് വൺ ഈസ് astronomical unit. It is a distance of the earth from the sun. The distance of the earth from the sun, or it is the average distance of earth from the sun. സൂര്യനിൽ നിന്നും ഭൂമി വരെയുള്ള ഡിസ്റ്റൻസിൻ്റെ ആവറേജ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് യൂസ് ചെയ്യുന്നത്. അസ്ട്രോണമിക് യൂണിറ്റ് ഈക്വൽ ടു 1 astronomical unit, സിമ്പിൾ AU. 1 astronomic unit is equal to 1.496 into 10 raised to 11 meter. വാല്യൂ മറന്ന പോലെ 1.496 into 10 raised to 11 meter. തേർഡ് ലാർജ് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് യൂണിറ്റ് നോക്കാം, പാർ സെക്കൻഡ്. തേർഡ് വൺ ഈസ് പാർ സെക്കൻഡ്. സോ ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മാത്തമാറ്റിക്സിനകത്ത് ആർക്ക് ലെന്തും റേഡിയസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ചെറിയൊരു സെക്ടറാണ് കാണിച്ചേക്കുന്നത്. ആ സെക്ടറിനകത്ത് നോക്കാം. ആ സെക്ടറിൻ്റെ റേഡിയസ് 6, ആർക്ക് ലെന്ത് L. അങ്ങനെ ഈ 3 ക്വാണ്ടിറ്റി നമ്മൾ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. R is equal to L by theta. കറക്റ്റല്ലേ? R is equal to L by theta. Where R is the radius, L is the arc length, theta is the angle. പക്ഷേ ആംഗിൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതെടുക്കണം? റേഡിയൻ ആയിരിക്കണം എടുക്കേണ്ടത്. ആംഗിൾ മെഷർ ചെയ്യേണ്ട യൂണിറ്റ് റേഡിയൻ. അപ്പം റേഡിയനിലാണ് ആംഗിൾ മെഷർ ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് പഠിച്ചായിരുന്നു. ആംഗിളിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, പ്ലെയിൻ ആംഗിളിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഏതാണ്? റേഡിയൻ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ സെയിം കണ്ടീഷനിൽ തന്നെ ഈ ആർക്കിൽ 2 പൊസിഷൻസ് എടുക്കുന്നു. ഒന്ന് എർത്തിൻ്റെ പൊസിഷൻ, ഒന്ന് സണ്ണിൻ്റെ പൊസിഷൻ. എർത്ത് ടു സൺ വരെ ആവറേജ് ഡിസ്റ്റൻസ് നമ്മൾ എന്തായിട്ട് എടുക്കുക? 1 astronomical unit. ഇതൊരു ആർക്ക് മേക്ക് ചെയ്യുന്നു, കണ്ടീഷൻ പറഞ്ഞു. ആർക്ക് ലെന്ത് 1 astronomic യൂണിറ്റും ആംഗിൾ സബ്സ്റ്റൻഡഡ് 1 സെക്കൻഡുമായിട്ട് എടുത്താൽ ഈ ഡിസ്റ്റൻസ്, ഈ റേഡിയസ് ഡിസ്റ്റൻസ് ആയിരിക്കും 1 പാർ സെക്കൻഡ് എന്നും പറഞ്ഞുകൊണ്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ നമുക്ക് R is equal to ഡിസ്റ്റൻസ് R is equal to ആർക്ക് ലെന്ത് റേഡിയസ് R is equal to 1 astronomical unit ഡിവൈഡഡ് ബൈ 1 സെക്കൻഡ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ 1 സെക്കൻഡിനെ
റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആംഗിളിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഏതാണ്? റേഡിയനാണ്. ആംഗിളിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് റേഡിയനാണ്. അപ്പോൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അസ്ട്രോണമിക് യൂണിറ്റ് മീറ്റർ ആക്കണം, സെക്കൻഡിനെ റേഡിയൻ ആക്കണം. 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ഓഫ് ആർക്കാണ്. ഈക്വൽ ടു 60 മിനിറ്റിനെ നമ്മൾ സെക്കൻഡാക്കി കൺവേർട്ട് ചെയ്താൽ 60 × 60 ഇത്രയും സെക്കൻഡ് ഓഫ് ആർക്കാണ്. വിച്ച് മീൻസ് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 3600 സെക്കൻഡ് ഓഫ് ആർക്ക്. ഓക്കെ, ദെർഫോർ നമുക്ക് പറയാം സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 1 സെക്കൻഡ് സിമ്പിൾ നോക്കാം. 1 സെക്കൻഡ് ഇസ് ഈക്വൽ ടു 1/3600 ഡിഗ്രി. പക്ഷേ ഡിഗ്രിയെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഡിഗ്രി എങ്ങനെ റേഡിയനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഇറ്റ് വിൽ ഈക്വൽ ടു 1/3600 ഇൻറ്റു π/18 റാഡ്. അപ്പോൾ ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ നോക്കുക. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഈ വാല്യൂസ് കറക്റ്റായിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഡയറക്റ്റ്. സോ ഫോർ 1 പാർ സെക്കൻഡ് ആ റേഡിയസിൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. 1 പാർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു 1 astronomical unit. 1 astronomical unit is 1.496 into 10⁻11 meter divided by 1/3600 into π/180 rad. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റിന് കിട്ടുന്ന വാല്യൂ ആണ് നോക്കുക. 1 പാർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു 3.08 into 10⁻16 meter. അപ്പോൾ 1 പാർ സെക്കൻഡ് or parallactic second is said to be it is a distance traveled or distance at which an arc of length, ആർക്കിൻ്റെ ലെന്ത് എത്ര ആയിരിക്കണം? 1 astronomic unit subtends an angle of 1 second of arc. ആ മേക്ക് ചെയ്യുന്ന ആംഗിൾ 1 സെക്കൻഡും ആർക്ക് ലെന്ത് 1 astronomic യൂണിറ്റും ആണെങ്കിൽ ആ റേഡിയസിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 1 പാർ സെക്കൻഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു ആർക്ക് സെക്ടർ വരച്ച് കാണിച്ചു. ആ സെക്ടറിൻ്റെ റേഡിയസ് 1 പാർ സെക്കൻഡ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആർക്ക് ലെന്ത് 1 astronomical യൂണിറ്റും ആംഗിൾ സബ്സ്റ്റൻഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് ഓഫ് ആർക്കും ആയിരിക്കണം. ഈ 3 യൂണിറ്റുകൾ നമ്മളെന്ന് പറഞ്ഞു. ഒന്ന് ലൈറ്റ് ഇയർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാർ സെക്കൻഡ്. അതിൽ ഏറ്റവും ലാർജസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പാർ സെക്കൻഡ് ആണ്. അതിനേക്കാൾ സ്മോൾ ആണ് ലൈറ്റ് ഇയർ, ദെൻ അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പം ലാർജസ്റ്റ് യൂണിറ്റ് ഈ നമ്മൾ ഇപ്പം ലാസ്റ്റ് പഠിച്ചതിനകത്ത് ലാർജസ്റ്റ് യൂണിറ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഏറ്റവും ലാർജസ്റ്റ് വൺ എന്ന് പറയുന്നത് പാർ സെക്കൻഡ്, ദെൻ ലൈറ്റ് ഇയറും ലാസ്റ്റ് വൺ ഈസ് അസ്ട്രോണമിക്കൽ യൂണിറ്റും. ഇതെല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കി വയ്ക്കുക. ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് എക്സാമിൻസ് വരാറുണ്ട്.